പ്രചരണ റാലിക്കിടെ കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിഗേൽ ഒറീബയ്ക്ക് വെടിയേറ്റു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ വെച്ചാണ് വധശ്രമം ഉണ്ടായത്. പാർട്ടി അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പിന്നിൽ നിന്നും അക്രമി വെടിയുതിർത്തതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത്. വിവരങ്ങളുമായി അനേന സതീഷ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അനേന, നമുക്കറിയാം കൊളംബിയയിൽ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിഗേൽ ഒറീബയ്ക്കാണ് വെടിയേറ്റിരിക്കുന്നത്. ഡെമോക്രാറ്റിക് സെന്റർ പാർട്ടി സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം. കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ടയിൽ ഫോണ്ടിബോർ പാർക്കിൽ നടന്ന പ്രചാരണ പരിപാടിക്കിടെയാണ് ഇദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. ആരോഗ്യനില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുള്ളത്. നിലവിൽ ആക്രമണം സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഡെമോക്രാറ്റിക് സെന്റർ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇദ്ദേഹത്തിന്റെ തലയ്ക്കാണ് വെടിയേറ്റിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ പിന്നിൽ നിന്നാണ് വെടിയുതിർത്തിട്ടുള്ളത് എന്നും ദൃശ്യങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിലവിൽ അക്രമി എന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിലെടുത്തതായാണ് കൊളംബിയൻ പോലീസ് അറിയിച്ചിരിക്കുന്നത്. കൊളംബിയൻ സർക്കാർ ഈ ആക്രമണത്തിൽ അപലപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കൊളംബിയയിൽ അടുത്ത വർഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനിടെ പ്രചരണമൊക്കെ ശക്തമായി നടക്കുന്നൊരു സമയം കൂടിയാണിത്. ഈ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗൗതം, ശരി, അനേനയാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും.